നമുക്കിന്ന് മലപ്പുറത്തൊരു കല്യാണം കൂടാൻ പോയാലോ? ഏട്ടൻ്റെ ഒരു ക്ലയൻറ്റിൻ്റെ കല്യാണമായിരുന്നു. അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 2 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ടായിരുന്നു. അപ്പം രാവിലെ ഇറങ്ങിയോണ്ട് ഞാനൊന്നും വീട്ടിൽ നിന്ന് അങ്ങനെ കഴിച്ചില്ല. അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ ഏട്ടനോട് ഇങ്ങനെ പറഞ്ഞു, ഏട്ടാ എനിക്ക് വിശക്കുന്നുണ്ടോയെന്ന് ഒരു സംശയം ഉണ്ടോയെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു വണ്ടി സൈഡിൽ ഒതുക്കിയിട്ട് ഞങ്ങൾ ടീ ഷോപ്പിൽ നിന്ന് പഴംപൊരിയൊക്കെ കഴിച്ചു. വിശപ്പിൻ്റെ ആഘാതത്തിലാണെന്ന് തോന്നുന്നു. ഞാനൊരു 3 ഒരെണ്ണം ഞാൻ ഏട്ടന് കൊടുത്തു. ഏട്ടന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ എന്നെയും ചോദിച്ചപ്പോൾ കൊടുക്കാനില്ല. അത് മൊത്തം 4 എണ്ണം മേടിച്ച പഴംപൊരിയായിരുന്നു. അങ്ങനെ ഒരു 12:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു. ചെറുക്കനും പെണ്ണും സ്റ്റേജിലുണ്ടായിരുന്നു. ഫോട്ടോ എടുപ്പ് പരിപാടികളൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഫ്രണ്ടിൽ പോയിരുന്നു. അവരുടെ ഫാമിലീസൊക്കെ ആയിരുന്നു ഫോട്ടോ എടുക്കാനായിട്ട് സ്റ്റേജിലൊക്കെ ആ ടൈമിലുണ്ടായിരുന്നത്. പിന്നെ കുറേ പേര് വന്നും പോയും ഒക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത് അങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ ഫുഡ് കഴിഞ്ഞിട്ട് വന്നിരിക്കാം എന്നൊക്കെ വിചാരിച്ച്. അപ്പോൾ ഞങ്ങൾ നേരെ ഫുഡിങ് സെക്ഷനിലോട്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അകത്ത് എന്തോ ഒരു പാട്ടിൻ്റെ സ്വരം കേട്ട്. അപ്പം ഞാൻ കൈ കഴുകിയിട്ട് ഞാൻ തിരിഞ്ഞ് ഓഡിറ്റോറിയത്തിൽ വന്നപ്പോഴത്തേക്കും ഈ ഡാൻസ് പരിപാടി നടക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെ നിന്നുകൊണ്ട് ഈ ഡാൻസ് ഷൂട്ട് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവരുടെ പാട്ടും അതിനുള്ള ഡാൻസും ആ കളർഫുൾ ഡ്രസ്സും ഒക്കെ ആകെ കൂടി നല്ല മൊഞ്ചായിരുന്നു. حبيبي مالو قولوا لي واش جرالو البارح كان يبغيني اليوم تغير حال كأني ما في أي سول وغيابه عليا طول لازم شي حد في. പിന്നെ ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഫുഡിങ് സെക്ഷനിലോട്ട് വന്നു. അവിടെ ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു വെറൈറ്റി ഒരു അറേഞ്ച്മെൻറ്റ്സിലാണ്. അതായത് ഒരു റൗണ്ടിൽ ടേബിൾ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ നടുക്കാണ് ഒരു ഫുഡ് സെക്ഷൻ വെച്ചിരിക്കുന്നത്. അപ്പം ആ ടീമുകാർക്ക് ആ റൗണ്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്ന അവർക്ക് മാത്രം സെർവ് ചെയ്താൽ മതി. അവർക്ക് ഫുഡും കൊണ്ട് ഓടി നടക്കേണ്ട ഒരു കാര്യമൊന്നും വരുന്നൊന്നുമില്ല. അങ്ങനെ നിന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് 2 പേർക്ക് കൂടെ സീറ്റ് കിട്ടി. അപ്പം ഞങ്ങളിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ ആരെക്കൊണ്ട് ഇങ്ങനെ വീഡിയോ എടുക്കുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴത്തേക്കും ഏട്ടനോട് വർക്ക് ചെയ്യുന്നൊരു ഇക്കയുണ്ട്. ഇക്കോട്ട് എന്നോട് പറഞ്ഞു, ഫോൺ താ ഞാൻ വീഡിയോ ഒക്കെ എടുത്തു തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഒരാളെ നോക്കിയിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഇത് ഏട്ടനോട് വർക്ക് ചെയ്യുന്ന ഇക്കയുടെ മോളാണ്. അവൾ ചൂടെടുത്തിട്ട് ആകെ ചെറിയ രീതിയിൽ സീൻ ഉണ്ടാക്കാൻ തുടങ്ങിയായിരുന്നു. അത്യാവശ്യം ചെറിയ ചൂടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞുങ്ങൾക്കാകുമ്പം ചൂട് സഹിക്കാനും പറ്റത്തില്ലല്ലോ. അവൾ ചെറിയ വാശി പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ തിരിച്ച് ഓഡിറ്റോറിയത്തിലോട്ട് വന്നപ്പം ചെറിയ പിള്ളേരെ കുഞ്ഞു ഡാൻസുകളായിരുന്നു. അത് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി വന്നപ്പം ഈ ഓരോ ഫ്ലേവേഴ്സിൻ്റെ ചായകൾ കിട്ടുമായിരുന്നു. പിന്നെ ചെറിയൊരു ചോക്ലേറ്റിൻ്റെ ഒരു ഐറ്റം ഉണ്ടായിരുന്നു. പിന്നെ ജ്യൂസ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാനൊരു മാംഗോ ജ്യൂസ് കുടിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓഡിറ്റോറിയം വന്നിട്ട് മലപ്പുറത്തെ ഗ്രാൻഡ് വ്യൂ കൺവെൻഷൻ സെൻറ്റർ എന്നാണ് ഇതിന് പേര്. പിന്നെ ഫ്രണ്ടിലൊക്കെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് ഉണ്ട്. പിന്നെ പിള്ളേർക്ക് കളിക്കാനായിട്ടുള്ള ഒരു സ്പേസൊക്കെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പരിപാടിയും വർത്താനം പറച്ചിലും വിശേഷങ്ങളും ഒക്കെ കഴിഞ്ഞ് ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും പിന്നെ അവിടെ നിന്ന് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ഒന്നിച്ചിറങ്ങുകയാണ് ചെയ്തത്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് തരാം. ഓക്കെ, ബൈ.